നിയമപരമായിട്ട് രാഹുൽ മാങ്കൂട്ടം നല്ല വിദഗ്ധരോട് സമീപിച്ചാൽ ഇതൊന്നും നിൽക്കില്ല. കാരണം ക്രൈംബ്രാഞ്ചിന് അതിന് അധികാരമില്ല. നമുക്കറിയാമല്ലോ, സിനിമാ താരങ്ങളുടെ കേസിനകത്ത് 38 പേരുടെ കേസ് അവരെ നടന്മാരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എടുത്തിട്ട് അതിനുശേഷം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കേസെല്ലാം റെഫർ ചെയ്ത് കളയേണ്ടി വന്നു. ഇതൊക്കെ വളഞ്ഞ വഴിയേ ഉള്ളൂ. ഇതൊരു ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെന്നുണ്ടെങ്കിൽ BNS അനുസരിച്ചുള്ള നടപടിക്രമങ്ങളല്ല, അല്ലെങ്കിൽ BNSS അനുസരിച്ചുള്ള നടപടിക്രമങ്ങളല്ല എന്ന് എനിക്ക് പറയേണ്ടുള്ളൂ. അത് വളഞ്ഞ വഴിയാണ്. അതിന് പോലീസിന് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. നിയമോപദേശം ലഭിച്ചതിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ക്രിമിനൽ മൈൻഡുള്ള ആൾ ധാരാളം പേരുണ്ടല്ലോ. നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് ക്രിമിനൽ മൈൻഡുണ്ട്. എന്ത് ചെയ്യാനൊക്കെ നമുക്ക് ക്രിമിനൽ മൈൻഡ് അയാൾ പ്രവർത്തിച്ച് കാണിച്ചെങ്കിലല്ലേ അയാളെതിരായിട്ട് നമുക്ക് നടപടി എടുക്കാൻ കഴിയുള്ളൂ. DGPയുടെ മുമ്പിൽ പരാതി ആരെങ്കിലും അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് വിക്ടിമാകണം. ഇവിടെ 3 പെൺകുട്ടികളുടെ കാര്യം നമുക്കറിയാം. അല്ലാതെ 6 പരാതികൾ ഇഷ്ടം പോലെ എന്നെപ്പറ്റിയോ ആരെപ്പറ്റി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം. അതിനൊരു കോഗ്നിസൻസ് എടുക്കാനില്ല. ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. സ്ത്രീകളെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ കേസെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത വിവരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞ ദിവസം അസാധാരണ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു എന്നാണ് പോലീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. സ്ത്രീകളെ അവരുടെ താൽപര്യത്തിന് വിരുദ്ധമായി സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തതിനും സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്ക് ഇടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചതിനും നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മെസ്സേജുകൾ അയച്ചതിനും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് വാർത്താക്കുറിപ്പിലൂടെ പോലീസ് അറിയിച്ചത്. BNS 78/2, BNS 351, കേരള പോലീസ് ആക്ട് 120 എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികൾ പരിശോധിച്ചതിൽ നിന്നും അവ കോഗ്നൈസിബിൾ ഒഫൻസിൽ ഉൾപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത കേസ് നിലനിൽക്കുമോ, എന്തായിരിക്കും ഈ കേസിന്റെ ഭാവി എന്ന കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറാണ് ഒപ്പമുള്ളത്. സാർ, ഇന്നലെയാണ് ലൈംഗികാരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നത്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിന് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ചിന് ഇങ്ങനെ ഒരു കേസെടുക്കാൻ പറ്റുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ക്രൈംബ്രാഞ്ചിന് നിയമപരമായിട്ട് കേസെടുക്കാൻ അധികാരമില്ല. ഇന്ത്യയിൽ കേസെടുക്കണമെന്നെങ്കിൽ ഒരു പോലീസ് ഓഫീസറുടെ മുമ്പിൽ, പോലീസ് സ്റ്റേഷനിലെ ഇൻചാർജുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലാണ് 154 IPC പ്രകാരം അല്ലെങ്കിൽ 173 BNSS പ്രകാരം കേസെടുക്കാൻ കഴിയുള്ളൂ. കാരണം പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും 3, 4, 5 വില്ലേജുകൾ ചേരുന്ന ഒരു പോലീസ് സ്റ്റേഷനാവും. ഒരു റവന്യൂ ഡിവിഷൻ പോലെ അങ്ങനെ വില്ലേജ് ഓഫീസിൻ്റെ 4, 5 ചേരുമ്പോഴാണ് ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാര അതിർത്തി വരുന്നത്. അങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഭരണഘടന അനുസരിച്ച് CRPC അനുസരിച്ച് ചെയ്തു വച്ചിരിക്കുന്നത്. ഇവിടെ ക്രൈംബ്രാഞ്ചിലെ ഒരു DYSP കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ക്രൈംബ്രാഞ്ചിലെ പോലീസ് സ്റ്റേഷൻ പോലെ കേസെടുക്കാൻ അധികാരമില്ല. കാരണം ഒരു പോലീസ് ഓഫീസർ ഇൻചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് 154 CRPC അല്ലെ 171 BNS പറയുന്നത്. ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാൻ അധികാരം കൊടുത്തിരിക്കുന്നത് CRPCയിലേക്ക് വിരുദ്ധമായിട്ട് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ കൊടുത്തിരിക്കുന്നത് ലോക്കൽ പോലീസിൽ നിന്ന് ഒരു കേസ് ട്രാൻസ്ഫർ ചെയ്ത് കുറച്ച് മേലുദ്യോഗസ്ഥന്മാരും എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരും കേസെടുക്കാൻ വേണ്ടി ലോക്കൽ പോലീസ് സ്റ്റേഷൻ്റെ കേസ് ട്രാൻസ്ഫർ ചെയ്ത് ക്രൈംബ്രാഞ്ച് CBCIDയിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അവിടെ കൊടുക്കുമ്പം അവരത് രജിസ്റ്റർ ചെയ്യും. FIR അവിടെ രണ്ടാമത് രജിസ്റ്റർ ചെയ്യും. അതിന് അധികാരം അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി, കൊലക്കേസാണെങ്കിലും അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുക്കാൻ അവർക്ക് അധികാരമുണ്ട്. അതേസമയത്ത് ആ കേസുമായിട്ട് അനുബന്ധമായി പല കേസുകളും ചിലപ്പം വരാം. ആ ഒരു ട്രാൻസ്ഫർ ചെയ്ത കേസിന് അനുബന്ധമായി പല പോലീസ് സ്റ്റേഷനിൽ പല കേസുകളും ഉണ്ടെങ്കിൽ
ആ കേസുകളെല്ലാം ടേക്ക് ഓവർ ചെയ്യുകയോ ആ കേസുകളെല്ലാം ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തു അന്വേഷിക്കാം. അല്ലാതെ പോലീസ് സ്റ്റേഷൻ പോലെ പരാതി സ്വീകരിക്കാനോ പോലീസ് സ്റ്റേഷൻ പോലെ ഒരു FI സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാനോ പോലീസ് സ്റ്റേഷൻ ഒരു FIR രജിസ്റ്റർ ചെയ്യാനോ പോലീസ് ഓഫീസറെ പോലീസ് സ്റ്റേഷന് മാത്രമേ പറ്റുള്ളൂ, അല്ലാത്തതൊന്നും പറ്റില്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ ഒരാൾ പോയി പരാതി കൊടുത്താൽ ഒരു കൊലക്കേസിന് പരാതി തങ്കപ്പനാണ് ഗോപാലിനെ കൊന്നത്, അതേ ആൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇവനെ ഗോപാലിനെ കൊന്ന തങ്കപ്പനല്ല അത് സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നീതി നടപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിയമപരമായി ഒരു ഓഫീസർ പോലീസ് സ്റ്റേഷനിൽ ചാർജുള്ള ആളുടെ അടുത്ത് മാത്രം പോയി പരാതി പറയുക, കേസ് രജിസ്റ്റർ ചെയ്യുക. കോഗ്നിസബിൾ ഓഫൻസ് ആണെങ്കിൽ മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്തും അതിനോടനുബന്ധിച്ചുള്ള കേസുകളെല്ലാം അവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഇതാണ് ഒരു ക്രൈംബ്രാഞ്ച് ഉള്ളവർക്ക് ഉള്ള അധികാരം. അതേസമയത്ത് പോലീസ് സ്റ്റേഷനിൽ എടുക്കേണ്ട കേസുകൾ അത് നേരിട്ട് അവർക്ക് എടുക്കാൻ കഴിയില്ല. അത് നിയമോപദേശം കൊടുത്തു എന്ന് പറയുന്നത് നിലനിൽക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആരോപണം ഉന്നയിച്ച സ്ത്രീകളിൽ നിന്ന് നേരിട്ട് പരാതികളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് പോലീസ് ആദ്യം സ്വീകരിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് ലഭിച്ച നിയമോപദേശങ്ങളെക്കുറിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നിയമ നടപടിയിലേക്ക് കടക്കാമെന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായ പരാതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയാവില്ലേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്? അത് മേലുദ്യോഗസ്ഥന്മാർ അവരുടെ നിയമോപദേശം അനുസരിച്ചാണ് ക്രൈംബ്രാഞ്ച് ഒരു DYSP ഒരു കേസെടുത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അധികാരമില്ലാത്ത ഒരു വ്യക്തിയാണ് ആ കേസ് ഡയറക്റ്റായിട്ട് എടുക്കുന്നത്. ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാത്ത ഒരു കേസാണ്. അത് ഡാമേജാണ് കക്ഷികൾക്ക്. തീർച്ചയായിട്ടും അത് പ്രതിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അത് സൂക്ഷിക്കണം. ക്രൈംബ്രാഞ്ചിൽ ആരാണ് നിയമോപദേശം കൊടുത്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ നേരിട്ടൊരു കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് അധികാരമില്ല. ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ലോക്കൽ പോലീസിൻ്റെ കേസ് ക്രൈംബ്രാഞ്ചിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ക്രൈംബ്രാഞ്ചിലെ DGPക്ക് ആ കേസിൽ ക്രൈംബ്രാഞ്ച് DGPക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ മാത്രമേ എടുക്കുകയുള്ളൂ. അതോടനുബന്ധിച്ചുള്ള കേസുകൾ, ഒരാൾ ഒരു കൊലക്കേസ് ചെയ്തയാളാണെങ്കിൽ ആ കേസ് ക്രൈംബ്രാഞ്ചിൽ വന്നാൽ അതിനോടനുബന്ധിച്ച് അയാൾ 4-5 കൊലക്കേസ് കൂടെ ചെയ്തിട്ടുണ്ട്, ആ കേസ് മാത്രം രജിസ്റ്റർ ചെയ്യാം. അല്ലാതെ വേറെ ഈ പോലീസ് സ്റ്റേഷനിൽ പറയുന്ന പോലെ ഒരു കേസും അവർക്ക് സ്വതന്ത്രമായിട്ട് എടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളതെല്ലാം മണ്ടത്തരങ്ങളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സർ, നിലവിൽ BNS 78/2, BNS 351, കേരള പോലീസ് ആക്ട് 120 എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് എത്രത്തോളം ഗുരുതരമുള്ള വകുപ്പുകളാണ്? അറസ്റ്റ് പോലെയുള്ള നടപടികൾ ഉണ്ടാകുമോ? BNS 78(2) എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ പുറകെ പതുങ്ങി നടക്കുക. ഒരു സ്ത്രീ കുളിക്കുന്നത് പതുങ്ങി നിന്ന് കാണുക, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇരുന്ന് പഠിക്കുന്നത് രഹസ്യമായിട്ട് വാച്ച് ചെയ്യുക. ഇതൊക്കെ 78 BNS ആണ്. സ്റ്റോക്കിംഗ് STALKING. അത് ഒരു പോലീസ് ഓഫീസർ ആയ ക്രൈംബ്രാഞ്ചുള്ളവർക്ക് അതിന് കേസെടുക്കാൻ കഴിയില്ല. പോലീസ് സ്റ്റേഷനിൽ മാത്രമേ കേസെടുക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്ന് BNS 351 ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ. അതൊക്കെ ബേസിക്കായിട്ട് ഒരു പോലീസ് ഓഫീസർ സ്റ്റേഷൻ ചാർജുള്ളവർ എടുക്കേണ്ട കേസുകളാണ്. അത് നേരിട്ട് ക്രൈംബ്രാഞ്ചിൽ എടുത്താലുള്ള പ്രശ്നം, ഒരേ കേസ് ക്രൈംബ്രാഞ്ചിലും പോലീസ് സ്റ്റേഷനിലും 2 വിധത്തിൽ എടുക്കും. അത് ഇന്ത്യയിൽ അനുവദനീയമല്ല. അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അല്ലെ BNSൽ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ ആര് കൊടുത്താലും അത് തെറ്റ് എന്ന് പറയും. കാരണം ഈ BNS അല്ലെങ്കിൽ 154 CRPC എന്ന് പറയുന്നത് FIR എങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. അത് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഒരാൾക്ക് മാത്രമേ എടുക്കാൻ ഒക്കുള്ളൂ. അതുപോലെ പോലീസ് ആക്ട് 120 പറയുന്നുണ്ട്. അതും ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഒരു ഉദ്യോഗസ്ഥന് മാത്രമേ അത് എടുക്കാൻ ഒക്കുള്ളൂ. അപ്പം 120 അല്ലെങ്കിൽ ഒരു 120O എന്ന് പറയുന്ന പോലീസ് ആക്റ്റിൽ നേരിട്ട് ഒരു ക്രൈംബ്രാഞ്ച് DYSPക്ക് എടുക്കാൻ കഴിയില്ല. അത് ലോക്കൽ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അവരെടുത്ത കേസ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ അത് അന്വേഷിക്കാനുള്ള അധികാരം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനുള്ളൂ. അതുപോലെ BNS ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, അതൊക്കെ
ഈ കേസുമായിട്ട് ഒരു മേജർ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അതൊക്കെ ലോക്കൽ പോലീസിന് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. ക്രൈംബ്രാഞ്ചിൽ അങ്ങനൊരു ധാരണയുണ്ട്. ഞാൻ ക്രൈംബ്രാഞ്ച് അഡ്മിനിസ്ട്രേഷൻ DYSP ആയിട്ട് വളരെ നാളുകളുണ്ടായിരുന്നു. കേരളത്തിലെ മുഴുവൻ ക്രൈംബ്രാഞ്ച് കേസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. സോമോട്ടായിട്ട് കേസ് എടുക്കാനായിട്ടുള്ള അധികാരമില്ല. അതേസമയത്ത് ട്രാൻസ്ഫർ ചെയ്ത കേസും അങ്ങനെ വരുന്ന കേസുകൾക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അങ്ങനത്തെ ഒരു പതിവ് ഇതുപോലെ ടഫായിട്ട് കണ്ടസ്റ്റ് ചെയ്യുന്ന കേസുകളിലൊക്കെ നിയമപരമായി ആ കേസെടുത്ത ഉദ്യോഗസ്ഥനെ പരിക്കേൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുലിനെതിരായ കേസ് ക്രൈംബ്രാഞ്ച് DYSP ബിനുകുമാറായിരിക്കും അന്വേഷിക്കുക എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. രാഹുലിൽ നിന്നും പീഡനവും മറ്റ് അധിക്ഷേപങ്ങളും ഉണ്ടായി എന്ന് വെളിപ്പെടുത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ പരാതിക്കാരിൽ നിന്നും ശേഖരിക്കും. അതിനുശേഷം വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളെ സമീപിച്ച് മൊഴി രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കമെന്നാണ് വാർത്തകൾ വരുന്നത്. ശരിക്കും ഇങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കിലാകാനുള്ള സാധ്യതയുണ്ടോ? നിയമപരമായിട്ട് രാഹുൽ മാങ്കൂട്ടം നല്ല വിദഗ്ധരോട് സമീപിച്ചാൽ ഇതൊന്നും നിൽക്കില്ല. കാരണം ക്രൈംബ്രാഞ്ചിന് അതിന് അധികാരമില്ല. നമുക്കറിയാമല്ലോ, സിനിമാ താരങ്ങളുടെ കേസിനകത്ത് പല 38 പേരുടെ കേസ് അവരെ നടന്മാരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എടുത്തിട്ട് അതിനുശേഷം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കേസെല്ലാം റെഫർ ചെയ്ത് കളയേണ്ടി വന്നു. ഇവിടെ ആ ഒരു കേസ് സോമോട്ടായിട്ട് എടുത്തിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എടുത്തിട്ട് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് നടത്തിയിരിക്കാൻ സാധ്യതയുള്ള ഒരു പരാതിക്കാരികളുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തുന്നത് ഒരു തന്ത്രമാണ്. ഇതൊക്കെ വളഞ്ഞ വഴിയേ ഉള്ളൂ. ഇതൊരു ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെന്നുണ്ടെങ്കിൽ BNS അനുസരിച്ചുള്ള നടപടിക്രമങ്ങളല്ല, അല്ലെങ്കിൽ BNSS അനുസരിച്ചുള്ള നടപടിക്രമങ്ങളല്ല എന്ന് എനിക്ക് പറയേണ്ടുള്ളൂ. അത് വളഞ്ഞ വഴിയാണ്. അതിന് പോലീസിന് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥനും പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും അധികാരമില്ലാത്ത ഒരാൾ അധികാരം ഉണ്ട് എന്ന് പറഞ്ഞെടുക്കുന്ന നടപടികൾ നിയമവിരുദ്ധം, ഇല്ലീഗലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. സാർ ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ഇതിൽ പരാതിയില്ല എന്നാണ്. ഇപ്പോൾ പീഡനത്തിനിരയായ പെൺകുട്ടികൾ ഭയം കാരണമാണ് പരാതി നൽകാൻ തയ്യാറാകാത്തത് എന്നാണ് പലരും പൊതുവെ പറഞ്ഞിരുന്നത്. അപ്പോഴാണ് പരാതി നൽകുന്ന പെൺകുട്ടികൾക്ക് സർക്കാർ സംരക്ഷണം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കൂടുതൽ പേർ പരാതി നൽകാൻ സാധ്യതയില്ലേ? ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. സാധ്യതയില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. പോലീസ് തീർച്ചയായിട്ടും അങ്ങനെ പരാതിപ്പെടാൻ ഭയപ്പെടുന്നവർക്ക് സംരക്ഷണം കൊടുത്തു തന്നെയാണ് അവരെ മൊഴി വാങ്ങിച്ച് കേസെടുക്കുന്നത്. അതേസമയത്ത് കോടതിയിലെ സാക്ഷി പറഞ്ഞവർക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഭീഷണി ഒരു കൊലക്കേസിനകത്ത് ഇവിടെ സാക്ഷി പറഞ്ഞ ഒരാൾ, ഒരു പാവപ്പെട്ട ഒരാൾ കഴിഞ്ഞ 10-12 വർഷമായിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ അയക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പോലീസ് പ്രൊട്ടക്ഷൻ മാറിക്കഴിഞ്ഞാൽ അയാളെ കൊല്ലുമെന്നാണ് അയാൾ കരുതുന്നത്. അതേ കഴക്കൂട്ടത്ത് ഇപ്പോഴും ആ ആൾ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. പക്ഷേ 2 പോലീസുകാർ തോക്കുമായിട്ട് അവരയാളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനും നമുക്ക് എത്ര പേർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഒക്കും എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് സംശയം ഉണർത്തുന്ന കാര്യങ്ങൾ. അതൊന്നും പ്രായോഗികമായിട്ട് നടക്കത്തില്ല. വളരെയധികം ആൾക്കാർ ഇത് സഫർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ധൈര്യസമേതം ആരെങ്കിലും മൊഴി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കട്ടെ, നല്ല കാര്യം, അങ്ങനെ കൊടുക്കണം. അതാണ് പോലീസിൻ്റെ അധികാരം. അതേസമയത്ത് ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ള സ്ഥലത്ത് തന്നെ അവരുടെ മൊഴി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിന് പുറമെ ആരോപണമുന്നയിച്ച സ്ത്രീയെ കൊല്ലാൻ വേണ്ട സമയത്തെക്കുറിച്ച് രാഹുൽ പറഞ്ഞത് ക്രിമിനൽ മനോഭാവത്തിന്റെ സൂചനയാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ഇങ്ങനെ നോക്കുമ്പോൾ സർക്കാർ രാഹുലിനെ പൂട്ടാൻ തന്നെയുള്ള നീക്കത്തിലാണോ? ഇല്ല, അത് നിയമോപദേശം ലഭിച്ചതിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ക്രിമിനൽ മൈൻഡുള്ള ആൾ ധാരാളം പേരുണ്ടല്ലോ. നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് ക്രിമിനൽ മൈൻഡുണ്ട്. എന്ത് ചെയ്യാനൊക്കെ നമുക്ക് ക്രിമിനൽ മൈൻഡ് അയാൾ പ്രവർത്തിച്ച് കാണിച്ചെങ്കിലല്ലേ അയാളെതിരായിട്ട് നമുക്ക് നടപടി എടുക്കാൻ കഴിയുള്ളൂ. ഒരാളുടെ മനസ്സിൽ പല ക്രിമിനൽ ചിന്താഗതിയും വെച്ചുകൊണ്ട് നടക്കുന്നതെന്നൊന്നും പോലീസിനൊന്നും ഒന്നും ചെയ്യാനൊക്കില്ല, അതിന് നടപടി എടുക്കാനും കഴിയില്ല. ഏതായാലും ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറന്നു കിടക്കുന്ന 3 പരാതികളുണ്ട്. ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, ആവന്തിക എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞത് മോശമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറിയിട്ടില്ല, ഞാനും അയാളുമായിട്ട് നല്ല സൗഹൃദമാണ്. അത് ആ മെസ്സേജുകൾ നമ്മൾ കണ്ടു, വോയിസ് മെസ്സേജ്. പിന്നെ ഒരു കുട്ടി, റിനി എന്ന് പറഞ്ഞൊരു കുട്ടി, ആ കുട്ടി പറയണത് ഞാനും അയാളുമായിട്ടുള്ള സൗഹൃദം ഉണ്ടെന്നല്ലാതെ എനിക്ക് അത് ഇയാളുമായിട്ടാണ് ആ സൗഹൃദം എന്ന് പറയുന്നത് ചില ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. റിനി ഇതുവരെ
രാഹുലിൻ്റെ പേരെടുത്ത് ഒരു പരാതിയോ ഒരു ആക്ഷേപമോ പറഞ്ഞിട്ടില്ല എന്നുള്ള. അപ്പോൾ രണ്ടുപേരുടെ കാര്യത്തിൽ നിയമപരമായിട്ടൊന്നും നിലനിൽക്കത്തില്ല. പിന്നെ ഗർഭമുണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, ഒരു സ്ത്രീയും അവകാശപ്പെട്ടിട്ടില്ല, ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും അറിയാവോ ഇല്ലയോ എന്നുള്ള കാര്യവും പലർക്കും അജ്ഞാതമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സാർ, ഇതിനിടെ ചോദിക്കാനുള്ളത്, ഇതുവരെ രാഹുലിനെതിരെ പരാതിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 6 പരാതികൾ DGPക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികൾ പരിശോധിച്ചതിൽ നിന്നും അവ കോഗ്നൈസബിൾ ഒഫൻസിൽ ഉൾപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷം പറയുന്നത് പോലെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് കേസെടുത്തതാണ് എന്ന് പറയാനാവില്ലല്ലോ. DGPയുടെ മുമ്പിൽ പരാതി ആരെങ്കിലും അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് വിക്ടിമാകണം. ഇവിടെ 3 പെൺകുട്ടികളുടെ കാര്യം നമുക്കറിയാം. അല്ലാതെ 6 പരാതികൾ ഇഷ്ടം പോലെ എന്നെപ്പറ്റിയോ ആരെപ്പറ്റി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം. അതിനൊരു കോഗ്നിസൻസ് എടുക്കാനില്ല. കാരണം പരാതി ലഭിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അതൊരു നിയമ നടപടിയിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. ആ നിയമ നടപടിയിലേക്ക് പോകണമെങ്കിൽ ആ പരാതിക്കാരന് അയാൾക്ക് നിയമനിഷേധം ഉണ്ടായിട്ടുണ്ട്, അയാളെ പീഡിപ്പിച്ചിട്ടുണ്ട്, അയാളെ അടിച്ചിട്ടുണ്ട്, അയാളെ മർദ്ദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരാൾക്ക് മാത്രമേ പരാതി കൊടുക്കാനോ. അല്ലാതെ ഓരോരുത്തർ പരാതി, എൻ്റെ വീടിന് അയൽവക്കത്തുള്ള ഗോപാലിനെ അടിച്ചിട്ടുണ്ട്, അതിന് കേസെടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഗോപാലൻ തന്നെ പരാതി പറയണം. ഗോപാലിനെ അടിച്ചിട്ടുണ്ടെന്ന് അയാളാണ് പറയേണ്ടത്, കണ്ടു നിൽക്കുന്നവരോ ദൂരെ നിൽക്കുന്നവരോ അല്ല. അപ്പോൾ അതുകൊണ്ട് പരാതി ലഭിച്ചു എന്ന് വിചാരിച്ചിട്ട് അതിനകത്തൊന്നും ചെയ്യാൻ ഒക്കില്ല എന്നെനിക്ക് തോന്നുന്നു. പരാതി ആരെങ്കിലും യഥാർത്ഥത്തിൽ അയാളിൽ നിന്ന് വേദനയോ മോശമായ പ്രകടനമോ മോശമായ ചിന്താഗതിയോ മെസ്സേജ് ആയാലും എന്തായാലും ശരി പറയാൻ ഒരാൾ വേണം. അല്ലാതെ ഒരു സംഭാഷണത്തിൽ അതും ഇതൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതെല്ലാം തെറി ഭാഷയിലുള്ള സംഭാഷണങ്ങളാണ്. അതൊരു ഒഫൻസായിട്ട് കണക്കാക്കാൻ ഒക്കില്ല. വ്യക്തിപരമായ ഒരാളെ ഇൻറ്റിമിഡേറ്റ് ചെയ്തിട്ട് ഒഫൻസായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ചീത്തയോ തെറിയോ പറഞ്ഞാൽ അതിന് കേസെടുക്കാം. അത് ആ വ്യക്തി തന്നെ പരാതിപ്പെടണം. അല്ലാതെ ദൂരെയുള്ളവർക്ക് ആർക്കും പരാതിപ്പെടാൻ കഴിയില്ല, കണ്ടു നിൽക്കുന്നവർക്ക് പരാതിപ്പെടാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ആ വേദന അനുഭവിച്ച അല്ലെങ്കിൽ ആ വിക്ടിമായ ആൾ മാത്രമേ പരാതി കൊടുത്താൽ നിൽക്കുകയുള്ളൂ. അല്ലാത്ത ഒരു പരാതികളും നിലനിൽക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസില്ല, പരാതിയില്ല, അതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നൊക്കെയാണ് കോൺഗ്രസുകാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു. ഇനി മാങ്കൂട്ടത്തിലിന്റെ രാജിയിലേക്ക് എത്തുമോ കാര്യങ്ങൾ? ഒരാളുടെ പേരിൽ വെറുതെ ഒരു കേസെടുത്ത്, ഒരു ഒഫൻസ് ഇല്ലാത്തൊരു കേസെടുത്തെന്ന് പറഞ്ഞാൽ അതിന് ആരാണ് അതിനൊരു വെയിറ്റ് കൊടുക്കുന്നത്? അങ്ങനെ ഒരു കേസെടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഉടനെ രാജിവെക്കുക, അതൊക്കെ വേറെ എന്തെങ്കിലും ഡിഫറൻറ്റ്. അതൊക്കെ വളരെ റബ്ബിഷായ കാര്യങ്ങളാണ്. ഒരാൾ പരാതി കൊടുത്ത ഉടനെ അങ്ങ് രാജിവെക്കാൻ പറ്റൂ? അവിടെ തിരഞ്ഞെടുത്ത് ജനങ്ങളാണ് അയാളെ തിരഞ്ഞെടുത്തത്. അയാൾ അവിടെ പോട്ടെ, അവരോട് സംസാരിക്കട്ടെ. അവർ പറയാൻ താൻ ഭൂരിപക്ഷം ആൾക്കാർ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ രാജിവെച്ചെന്ന് വരും. അല്ലാതെ അന്തരീക്ഷത്തിൽ ഇരുന്ന് കാണുന്നവരും വിളിച്ചവരൊക്കെ ഇയാൾ രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞാൽ അതൊന്നും ബലപ്പെടുത്തില്ല. അത് നിയമപരമായതിന് യാതൊരു വാലിഡിറ്റി ഇല്ല, വിലയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഇങ്ങനെയൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് ഉടൻ കടക്കാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം അവരുടെ 3 പെൺകുട്ടികളുടെ മൊഴി അവർ രേഖപ്പെടുത്തിയിട്ട് അതിൻ്റെ അകത്ത് ഒഫൻസായിട്ട് ഇയാളെ കുറ്റപ്പെടുത്തി അവർ പറയുന്നുണ്ടെങ്കിൽ പോലീസിന് നടപടിയെടുക്കാം. പക്ഷേ ക്രൈംബ്രാഞ്ചിന് എടുക്കാവോ ഇല്ലയോ എന്ന് എനിക്ക് വീണ്ടും സംശയമാണ്. അത് ലോക്കൽ പോലീസിൽ പറയട്ടെ, എന്നിട്ട് ക്രൈംബ്രാഞ്ച് അത് ടേക്ക് ഓവർ ചെയ്യട്ടെ, അപ്പോൾ നടപടിയെടുക്കാം. സാർ, ചാറ്റുകളും മറ്റുമായി ഒരുപാട് ഡിജിറ്റൽ എവിഡൻസുകൾ ഉണ്ടല്ലോ ഈ കേസ്. ഇതിനിടെ തന്നെ നിരവധി തെളിവുകൾ അത്തരത്തിൽ പുറത്തു വന്നതുമാണ്. ശരിക്കും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസുകൾ രാഹുലിന് തിരിച്ചടിയാകില്ലേ? അതെനിക്ക് തോന്നുന്നില്ല. ഒരു പബ്ലിക് ഇൻട്രസ്റ്റിലെ ഗവൺമെൻറ്റിന് അത് ഹാനികരമാണ് എന്ന് 2 വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ഗവൺമെൻറ് എന്താ കാര്യം ഇരിക്കുന്നത്? അത് ഹാനികരമാണ് ഗവൺമെൻറ് എന്ന് തോന്നിയാൽ അതിന് വേറെ നടപടിക്രമങ്ങളുണ്ട്, അതനുസരിച്ച് എടുക്കാം കേസ്. അത് അവിടെയാണ് ഹാനികരം ആർക്കാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ഒരാൾക്ക് മാത്രമേ അതിനെ സംബന്ധിച്ച് കേസെടുക്കാൻ ആ പോലീസ് ഓഫീസർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ക്രൈംബ്രാഞ്ചിലുള്ളവർക്കൊന്നും അതിനെ സംബന്ധിച്ച് യാതൊരു കേസും എടുക്കാൻ അധികാരമില്ല, അത് ഒട്ടും സാധിക്കത്തുമില്ല. സർ, ഈ കേസിനൊപ്പം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്യാജ കാർഡ് ഉണ്ടാക്കിയെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ പോകുന്നത്. ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. ശരിക്കും ഇങ്ങനെ കേസുകൾ കൊണ്ട് രാഹുൽ കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നത് കോൺഗ്രസിന് ദോഷം ചെയ്യുമോ? രാഹുൽ കുരുക്കിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ വന്നിരിക്കുന്ന ചാനലിൽ കൂടെയും മറ്റേതും വന്നിരിക്കുന്ന പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ നോക്കുമ്പോൾ അതിനകത്തൊരു ഒഫൻസ് ഇല്ല. ഒഫൻസ് ഉണ്ടെന്ന്
ഒരു വിക്ടിം പറയുന്നുമില്ല. പിന്നെ എന്ത് നടപടി എടുക്കാനൊക്കെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കേസ് എടുക്കാനോ ഇയാളുടെ MLA സ്ഥാനം രാജിവെക്കാനോ അങ്ങനത്തെ ഒരു നടപടിക്രമത്തിലൂടെയൊന്നും പോകരുത് എന്ന്. കാരണം ആക്ഷേപങ്ങൾ രാഷ്ട്രീയക്കാർക്കെതിരായിട്ട് നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ ആ പാർട്ടി തീരുമാനിക്കും രാജിവെക്കണമെന്ന്. അതനുസരിച്ച് വഴങ്ങണമെന്ന് നിർബന്ധമില്ല. അതുപോലെ ക്രൈംബ്രാഞ്ചിൽ ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് യൂത്ത് വോട്ട് റെക്കോർഡൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. അതൊരു ക്രിമിനൽ ഒഫൻസ്, വ്യക്തികളുടെ ഒഫൻസിലോട്ട് വരുന്നതല്ല. അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു ഒരു വടംവലിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള കേസുകൾ വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫാബ്രിക്കേഷൻ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ആ യൂത്ത് കോൺഗ്രസ്സിൽ തന്നെ ഭാരവാഹിത്വമുള്ള ഒരാൾ തൻ്റെ കൂടെ നിൽക്കുന്ന ആൾ തനിക്കെതിരായിട്ട് ഒരു ചീറ്റിങ് ഫ്രോഡൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കും. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കംപ്ലൈനൻ്റ് വേണം, പരാതിക്കാരൻ വേണം. ആ പരാതിക്കാരൻ്റെ അയാൾക്ക് ആ പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസ് അംഗത്വം വേണം. എങ്കിൽ മാത്രമേ അവിടെ ഗുണം. വെളിയിലുള്ള ഒരാൾക്ക് രാഷ്ട്രീയപരമായിട്ട് ഈ യൂത്ത് കോൺഗ്രസിനകത്തുള്ള ഫാബ്രിക്കേറ്റ് ചെയ്ത് റെക്കോർഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കത്തില്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. വളരെ നന്ദി സാർ, ഇത്രയധികം കാര്യങ്ങൾ വിവരിച്ചതിന്. യുവനേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന നടിയും മുൻ മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻ ജോർജിന്റെ വെളിപ്പെടുത്തലായിരുന്നു ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കമിട്ടത്. ഒരു യുവനേതാവ് അശ്ലീല സന്ദേശം അയച്ചുവെന്നും 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്നുമായിരുന്നു റിനി അന്ന് പറഞ്ഞത്. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു. രാഹുലിനെതിരെ പാർട്ടിയിലെ നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തിയതോടെ രാജിക്ക് സമ്മർദ്ദമേറി. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. എന്നാൽ MLA സ്ഥാനത്ത് തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോഴും രാഹുലിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാണ്. പക്ഷേ രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറല്ല. ഇപ്പോൾ കേസ് കൂടി എടുത്തിരിക്കുന്നു. ഇനി രാഹുൽ രാജിവെക്കുമോ? എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കാത്തിരുന്ന് കാണുകയല്ലാതെ മറ്റു വഴിയില്ല. എന്തായാലും രാഹുലിന്റെ ഭാവിക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം.